കായംകുളം നഗരസഭയിലെയും സമീപ ഗ്രാമപഞ്ചായത്തുകളിലെയും അംഗനവാടി അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കായംകുളം ICDS ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചു. കായംകുളം നഗരസഭയിലെയും സമീപ ഗ്രാമപഞ്ചായത്തുകളിലെയും അംഗൻവാടി അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കായംകുളം ICDS ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ പുറത്താക്കി. ഇതിനുശേഷം പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചു. കായംകുളം നഗരസഭയിലെ CPM കൗൺസിലർ ഉൾപ്പെടെ അനർഹർക്കാണ് നിയമനം നടത്തിയിരിക്കുന്നതെന്നും നിയമനം റദ്ദാക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷം നടത്തുന്ന അഴിമതികളുടെ കുടപിടിക്കുകയാണ് കായംകുളത്തും കേരളത്തിലും നിരവധിയായ CPM ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും. ഇത് തുടരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. നിരവധിയായ ചെറുപ്പക്കാർ, ഞാനും നിങ്ങളും ഒക്കെ കണ്ടതാണ്, CPO റാങ്ക് ലിസ്റ്റിലുള്ള ചെറുപ്പക്കാർ തങ്ങളുടെ മുടി പോലും മൊട്ടയടിച്ചുകൊണ്ട് അവര് പച്ച പുല്ല് കഴിച്ചുകൊണ്ട് റോഡിൽ മുട്ടുകാലയിൽ എഴുന്നത് കണ്ടതാണ്. അവർ അവസാനം കരഞ്ഞുകൊണ്ട് ആ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് അവരുടെ സമരം അവസാനിച്ചു പോയതും കണ്ടതാണ്. അതുപോലെ വരുന്ന എത്രയോ ചെറുപ്പക്കാരുടെ മോഹങ്ങൾ കാലാകാലങ്ങളായി നിങ്ങൾ ഇല്ലാതാക്കിയതിനെ ഇനിയും ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായ വിശദീകരണത്തിന് ഇത് ICDS ഓഫീസറെ കണ്ടതിനു ശേഷം മാത്രമേ കായംകുളത്തെ യൂത്ത് കോൺഗ്രസ് ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിയമനം റദ്ദാക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നിലുണ്ടാകുമെന്ന്. കായംകുളം നിയോജക മണ്ഡലത്തിലെ ഈ നഗരസഭയിലും ദേവികുളങ്ങര പഞ്ചായത്തിലും അംഗൻവാടി ടീച്ചർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. CPMന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 2 കൌൺസിലർമാരെ അംഗൻവാടി ടീച്ചർമാരായി നിയമിച്ചത് ആരുടെ ശുപാർശ അനുസരിച്ചാണെന്നാണ് യൂത്ത് കോൺഗ്രസിന് അറിയേണ്ടത്. ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചുകൊണ്ട് ഈ ലിസ്റ്റ് അട്ടിമറിച്ച് ഇവിടുത്തെ CPM ഏരിയ കമ്മിറ്റിയുടെ ലിസ്റ്റ് അംഗീകരിക്കാനാണോ ഇവിടുത്തെ ഓഫീസർ ഇരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ചോദിക്കുകയാണ്. ഇവിടെ ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്, കാലാകാലങ്ങളായി അംഗൻവാടിയിൽ ജോലി ചെയ്തവരുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു കൌൺസിലറിന്റെ പ്രതിശ്രുത വധു ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഇവിടെ സമരം ചെയ്യുന്നത് ഈ നാട്ടിലെ ഒട്ടനവധിയായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അല്ലാതെ ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ സഹോദരിമാർക്കോ ഞങ്ങളുടെ ബന്ധുക്കൾക്കോ ഇവിടെ ജോലി നൽകണമെന്ന് പറഞ്ഞുകൊണ്ടല്ല. ഇവിടെ എല്ലാവരും സംസാരിച്ചു. ഇവിടെ നിയമനം കൊടുത്തിരിക്കുന്ന 2 പേർ, ഒരു മുനിസിപ്പൽ കൌൺസിലറും മറ്റൊന്ന് ഒരു മുനിസിപ്പൽ കൌൺസിലറുടെയും സ്ഥലത്തെ ഒരു യുവജന സംഘടനയുടെ നേതാവിന്റെയും പ്രതിശ്രുത വധുവിനാണ്. ഇതെന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? 900ഓളം ആളുകൾ പങ്കെടുത്ത ഒരു അപേക്ഷ വന്ന ഒരു ഇന്റർവ്യൂവിൽ 19 പേരെ നിയമിച്ചതിൽ ബഹുഭൂരിപക്ഷം ആളുകളും CPMകാരാണ്, അല്ലെങ്കിൽ CPMന്റെ നേതാക്കളുമായി, അല്ലെങ്കിൽ ഇവിടുത്തെ CPMന്റെ ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ആളുകളുടെ ബന്ധുക്കളാണ്. അങ്ങനെ CPMകാർക്ക് വേണ്ടി ഒരു നിയമനം നടത്തുന്ന ഒരു നഗരസഭയും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളും ഇവിടെ കായംകുളത്ത് നടന്നു വരികയാണ്. യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമുട്ടിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിത ബാബു, സംസ്ഥാന സെക്രട്ടറിമാരായ വിശാഖ് പത്തിയൂർ, നൌഫൽ ചെമ്പകപ്പള്ളി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ, കൃഷ്ണ അനു, സാജിദ് ഷാജഹാൻ, മണ്ഡലം പ്രസിഡന്റുമാരായ റിയാസ് മുണ്ടകത്തിൽ, രാഹുൽ കവിരാജ്, അഖിൽ പുതുപ്പള്ളി, നിയോജക മണ്ഡലം സെക്രട്ടറി അഫ്സൽ, സുജായ് കടയിൽ, M നൌഫൽ, അസിം നാസർ, രാകേഷ് പുത്തൻവീടൻ, ഹാഷിം സേട്ട് എന്നിവർ നേതൃത്വം നൽകി. CD ന്യൂസ് കായംകുളം.